നേന്ത്രപ്പഴം വെച്ചിട്ടേ ഒരു അടിപൊളി ക്രിസ്പി സ്നാക്സ്, അതും റംസാനിന് പറ്റിയൊരു സ്പെഷ്യൽ സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും കണ്ടോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിനാവശ്യമുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്. ഇതിപ്പോൾ വലുതാവുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ പഴംപൊരിക്ക് കട്ട് ചെയ്യണ മാതിരിയല്ല, നമ്മൾ ചെറുതാക്കിയിട്ട് ഈ പരുവത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ. കണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇനി ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിക്കില്ല മാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ മൈദപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി, പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവർ, ഒരു സ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു സ്പൂണ് റവ, ഒരു സ്പൂണ് പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇടാം, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഏലക്കാപ്പൊടി, കരിഞ്ചീരകം അതും കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു പാകത്തെ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അപ്പോൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതിന് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അതാ ഓരോന്നോരോന്ന് ഈ മാവിൽ മുക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് നമ്മൾ ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തിട്ട് കോരുക കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് വേണം വറുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് ഞാനിപ്പോൾ കൈയും കൊണ്ട് തന്നെ ഇടുന്നത്. അപ്പോൾ ഇതാ എല്ലാതും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതിൽ കൈയും കൊണ്ടും മുക്കിയും കൊണ്ട് അതിലിടുന്നത് ഇത്തിരി പാടാണ്. ഈ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഇത്തിരിയും കൂടെ എളുപ്പം തോന്നിയത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണത്. എപ്പോഴും നമ്മൾ പഴം വെച്ചിട്ട് ഇങ്ങനെ പഴംപൊരി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ. റംസാനിനൊക്കെ പറ്റിയൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഉണ്ടാക്കാനും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കഴിക്കണ കുട്ടികൾക്കാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കണ്ട ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ടില്ലേ, അതാ ഒരു നമ്മുടെ കോൺഫ്ലവറും റവയും പിന്നെ ഇത്തിരി അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ പാടെ മിക്സ് ചെയ്തതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സാണ്. ഈ ക്രിസ്പിനെസ് എന്ന് പറയുമ്പോഴേ ഉള്ളിൽ സോഫ്റ്റ് ആവും കേട്ടോ. പഴുത്ത പഴമല്ലേ, പഴംപൊരി മാതിരിയല്ലേ, അപ്പോൾ ഉള്ളിലല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ എരിവിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും മിക്സ് ചെയ്തിട്ട്, അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി കേട്ടോ. എരിവല്ലേ, അപ്പോൾ ഇതിൽ മാവിലുള്ള പഞ്ചസാര ഒഴിവാക്കുക. നേന്ത്രപ്പഴം എന്തായാലും അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയതുകൊണ്ടും കഴിച്ചതുകൊണ്ടും പറയുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.